ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ സ്വന്തം തെങ്ങിൽ അല്പം ക്ലീനിങ് പരിപാടിയൊക്കെ ആട്ടോ. മഴക്കാലമൊക്കെ ആയില്ലേ, ഇപ്പം തെങ്ങൊക്കെ വൃത്തിയാക്കേണ്ട സമയമൊക്കെ ആയി, ഇല്ലെങ്കിൽ ചെള്ളിൻ്റെയൊക്കെ ആക്രമണം തുടങ്ങുന്ന സമയങ്ങളൊക്കെ ആയി. അതുകൊണ്ട് തെങ്ങ് വൃത്തിയാക്കി അതിനകത്ത് ആവശ്യമായ മരുന്നുകളോ അതിൻ്റെ ചോടൊക്കെ വൃത്തിയാക്കി വളമൊക്കെ തൂളിക്കൊടുക്കേണ്ട സമയങ്ങളായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുവരെയായിട്ടും പണികളൊക്കെ തുടങ്ങാത്തവർ എത്രയും വേഗം തെങ്ങിൻ്റെ പണികളൊക്കെ തീർത്തിടുക. അപ്പോൾ നേരത്തെ തെങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പിന്നാലെ തെങ്ങ് വിളവ് തരികയുള്ളൂ. അല്ലാതെ തെങ്ങ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചെയ്യേണ്ട കാര്യം നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ തെങ്ങ് പിന്നാലെ നമുക്ക് ആവശ്യമായ നല്ല വിളവ് നൽകുവാനിടയായിത്തീരും. അപ്പം വലിയ മുഖമൊന്നും ഇല്ലാത്ത തൽക്കാലം ഒരു ഏണിയൊക്കെ വെച്ച് നമ്മളത് കയറി അതിൻ്റെ ഉള്ളിലെ ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെങ്ങിന് അവിടെ ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബോറോണിൻ്റെ കുറവുകൊണ്ടാണോ? പലപ്പോഴും ഞാൻ ബോറോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോറോൺ കൂടിപ്പോയിട്ടാണോ എന്നൊരു സംശയമുണ്ട്. അത് കുറവിൻ്റെ ആണോ എന്നറിയില്ല. ഒരു ചെറിയ പൊട്ടൽ അതിന് ബാധിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ അപ്പുറത്തിരുന്ന് തെങ്ങ് നിട്ട ഒരു കൊലയാണ്. കണ്ടാൽ വലിയ വലുപ്പം തോന്നിയില്ലെങ്കിലും തേങ്ങ നല്ല ഉള്ളുള്ള തേങ്ങയാണ്. അതിൻ്റെ മലേഷ്യൻ കുള്ളൻ ഇനത്തിൽപ്പെട്ട തേങ്ങയാണത്. വലിയ മതിയായ തേങ്ങയൊക്കെ ആക്കുമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് തൈ മേടിപ്പിച്ചാണ്. നല്ലൊരു ഇടത്തരം തേങ്ങയാണ്. പക്ഷേ കാര്യമായിട്ട് തൊണ്ടുകെട്ടിയൊന്നുമില്ല. അത്യാവശ്യം ഉള്ളുള്ള തേങ്ങയാണത്. നല്ല എണ്ണമയൊക്കെയുള്ള തേങ്ങയാണ്. പലപ്പോഴും നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന അവർ പറയുന്ന ഗുണമേന്മ പലപ്പോഴും നമുക്ക് നട്ട് 5-6 വർഷം കഴിയുമ്പോൾ തേങ്ങ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ട് നല്ല നഴ്സറിയിൽ നിന്ന് നല്ല തെങ്ങ് നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളതിൻ്റെ അന്നൊരു തേങ്ങ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു കരിക്കും കൂടെ കുടിച്ചേക്കാമെന്ന് ഓർത്തിട്ടുണ്ട്. പാലക്കാടിൽ നിന്ന് വരുന്ന വിഷം ചേർത്ത അല്ലെങ്കിൽ അവിടുന്ന് മരുന്ന് കുത്തിവെച്ച കരിക്ക് കുടിക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ വീട്ടുവളപ്പിലുള്ള നല്ല കരിക്കൊക്കെ കുടിക്കുന്നത് നല്ല ടേസ്റ്റുണ്ട്. അത്യാവശ്യം തേങ്ങയൊക്കെ ഉള്ള, പയ്യെ മൂത്തിട്ടില്ല എങ്കിലും അത്യാവശ്യം തേങ്ങയൊക്കെ ഉള്ള ഒരു കരിക്കാണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തെങ്ങ കയറി കഴിഞ്ഞാലും 1-2 കരിക്കൊക്കെ ഇട്ട് കുടിക്കുന്നതൊക്കെ നമ്മുടെ ഒരു ശീലമാണ്. ഓക്കെ.